Hi, good morning, students. So, today we are learning the remaining part of our 8th lesson, The Wonderful West. The last class we have learned about Mumbai, and today we are going to learn about three more cities in the west side. First one is Ahmedabad. Ahmedabad, locally called Ahmedabad, is the largest city in ഗുജറാത്ത്. ഗുജറാത്തിലെ ഒരു ലാർജസ്റ്റ് സിറ്റിയാണ് അഹമ്മദാബാദ്. ലോക്കലി ആൾക്കാർ പറയുന്ന അഹമ്മദാബാദ് എന്ന് പറയും. ഇറ്റ് ഈസ് ലൊക്കേറ്റിംഗ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ സബർമതി. സബർമതി എന്ന് പറയുന്ന റിവറിൻ്റെ ബാങ്ക്സിലാണ് ഈ സിറ്റി എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ സബർമതി. പീപ്പിൾ സ്പീക്ക് ഗുജറാത്തി ആൻഡ് ഹിന്ദി. ഇനി ഇവിടെയുള്ള ആൾക്കാർ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജസ് ഗുജറാത്തി ആൻഡ് ഹിന്ദിയാണ്. ദ സിറ്റി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ടെക്സ്റ്റൈൽസ്. അതായത് ഈ സിറ്റി അതിൻ്റെ ടെക്സ്റ്റൈൽസിന് വേണ്ടി വളരെ ഫേമസ് ആണ്. സമ്മേഴ്സ് ആർ വെരി ഹോട്ട് ആൻഡ് ഡ്രൈ. സമ്മേഴ്സ് വെരി ഹോട്ടും ഡ്രൈയുമാണ്. വിൻറ്റേഴ്സ് ആർ നോട്ട് വെരി കോൾഡ്. വിൻറ്റേഴ്സ് എന്നാൽ അത്ര കോൾഡ് അല്ല. അതാണ് അവിടുത്തെ ക്ലൈമറ്റ്. ഇനി അവിടുത്തെ ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സം പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ആർ ഗാന്ധി ആശ്രം, ജുൽത്ത മിനാർ, കങ്കാരിയ ലേക്ക്, കൈറ്റ് മ്യൂസിയം, ഓട്ടോ വേൾഡ് വിൻറ്റേജ് കാർ മ്യൂസിയം ആൻഡ് സയൻസ് സിറ്റി. അപ്പോൾ ഒന്നുകൂടെ പറയാം, അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഗാന്ധി ആശ്രം, ജുൽത്ത മിനാർ, കങ്കാരിയ ലേക്ക്, കൈറ്റ് മ്യൂസിയം, ഓട്ടോ വേൾഡ് വിൻറ്റേജ് കാർ മ്യൂസിയം ആൻഡ് സയൻസ് സിറ്റി. നെക്സ്റ്റ് ധോക്ല, ഫഫ്ദ, ഖമൻ, ഖാൻവി ആൻഡ് ഖാക്ര ആർ സം പോപ്പുലർ സ്നാക്സ്. അവിടുത്തെ ആൾക്കാരുടെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് ആണ് ധോക്ല, ഫഫ്ദ, ഖമൻ, ഖാൻവി ആൻഡ് ഖാക്ര. അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ്, നമ്മുടെ എന്തോ സ്നാക്സ് പോലത്തെ ഐറ്റംസ് ആണ് ഫേമസ് ആയിട്ടുള്ളത്. ഓൾ മേജർ ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ഹിയർ. മിക്കവാറും ഉള്ള എല്ലാ ഫെസ്റ്റിവൽസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യും. ഡ്യൂറിങ് നവരാത്രി പീപ്പിൾ പെർഫോംസ് രാസ് ഗർബ, എ ഫോക്ക് ഡാൻസ് ഓഫ് ഗുജറാത്തി. അതായത് നവരാത്രി ടൈമിൽ, നമുക്കിപ്പം പൂജയുടെ ആ ടൈം വരുന്നില്ലേ, ആ നവരാത്രി ടൈമിൽ അവിടുത്തെ ആൾക്കാർ കളിക്കുന്ന ഒരു ഡാൻസ് ഐറ്റമാണ് രാസ് ഗർബ, എ ഫോക്ക് ഡാൻസ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ ഒരു ഫോക്ക് ഡാൻസാണ് രാസ് ഗർബ നമ്മൾ പറയും. അത് ആ പിക്ചറിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇനി ആ ചെക്ക് പോയിൻ്റ് മിസ് പറയാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മുംബൈ ലൈസ് ഓൺ ദ ഡാഷ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. മുംബൈയെ പറ്റിയാണ്. മുംബൈ ഏത് കോസ്റ്റിലാണ് ഇന്ത്യയുടെ? വെസ്റ്റ് ആണ് ആൻസർ. സോ യു റൈറ്റ് ഡൗൺ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. മിസ് ഇത് നോട്ട്സിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഡൗട്ടുള്ളവർ ആ നോട്ട്സ് നോക്കുമ്പോൾ അതിലങ്ങ് ഫില്ല് ചെയ്താൽ മതി. ഇപ്പം മിസ് പറഞ്ഞു പോകാം. അപ്പോൾ മുംബൈ ഇവിടെയാണ്, വെസ്റ്റ് കോസ്റ്റ്. ദ പ്ലേസ് വെയർ ക്രൂഡ് ഓയിൽ ഈസ് ഫൗണ്ട് ഈസ് കോൾഡ്. ക്രൂഡ് ഓയിൽ കാണുന്ന സ്ഥലമാണ് മുംബൈ ഹൈ. നമ്മൾ പറഞ്ഞില്ലായിരുന്നു, മുംബൈ ഹൈ. ദ ഡാഷ് കേവ്സ് ആർ ഫേമസ് ഫോർ റോക്കട്ട് ടെമ്പിൾസ്. മുംബൈയിലെ റോക്കട്ട് ടെമ്പിൾസിന് ഫേമസ് ആണ്. ഏത് കേസാണ്? എലിഫൻ്റ കേവ്സ്. റിവർ ഡാഷ് ഫ്ലോസ് ത്രൂ അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ കൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏത് റിവറിൻ്റെ ബാങ്കിലാണെന്നാണ് പറഞ്ഞ്? സബർമതി. ഓക്കെ, അപ്പോൾ അത്രയും ആൻസേഴ്സ് അവിടെ ഫില്ല് ചെയ്യണേ. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ്. എൻ്റെ ഗർഭയുടെ പിക്ചർ അവിടെ ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സിറ്റി പഠിക്കാം. ഭോപ്പാലാണ്. ഭോപ്പാൽ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ. ദ സിറ്റി ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് 2 ലേക്സ്. 2 ലേക്സിൻ്റെ ബാങ്ക്സിലായിട്ടാണ്. വൺ ഈസ് അപ്പർ ലേക്ക് ആൻഡ് അനദർ ഈസ് ലോവർ ലേക്ക്. അപ്പർ ലേക്ക്, ലോവർ ലേക്ക്. അപ്പോൾ 2 ലേക്സിൻ്റെ ബാങ്കിലാണ് ഈ ഒരു ഭോപ്പാൽ എന്ന് പറയുന്ന സിറ്റി. ഏതൊക്കെയാണ് ലേക്സ്? അപ്പർ ലേക്ക്, ലോവർ ലേക്ക്. പീപ്പിൾ സ്പീക്ക് ഹിന്ദി, ഉറുദു ആൻഡ് ഇംഗ്ലീഷ്. ഇനി അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകൾ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്. ഭോപ്പാൽ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ജുവലറി ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. അവിടുത്തെ ജുവലറി, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. ആഭരണങ്ങൾ, പിന്നെ ഓരോ ആർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രാഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കും. അതൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഭോപ്പാലിൽ. സം ഫേമസ് പ്ലേസസ് അറ്റ് ദാറ്റ് ടൂറിസ്റ്റ് ലൈക്ക് ടു വിസിറ്റ് ആർ മോത്തി മസ്ജിദ്, തജുൽ മസ്ജിദ്, ഏകാന്ത് പാർക്ക്, വൻ വിഹാർ നാഷണൽ പാർക്ക് ആൻഡ് ഭാരത് ഭവൻ. അപ്പോൾ അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏതൊക്കെയാണ്? മോത്തി മസ്ജിദ്, തജുൽ മസ്ജിദ്, ഏകാന്ത് പാർക്ക്, വൻ വിഹാർ നാഷണൽ പാർക്ക് ആൻഡ് ഭാരത് ഭവൻ. ഓൾ മേജർ ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ഇൻ ദ സിറ്റി. അവിടെയും മിക്കവാറും എല്ലാ ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇനി അവിടെ ഒരു സ്റ്റാച്യു കാണാം. ദ സ്റ്റാച്യു ഓഫ് രാജാ ഭോജ് ഇൻ അപ്പർ ലേക്ക് ഭോപ്പാൽ. രാജാ ഭോജ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സ്റ്റാച്യു അവിടെ അപ്പർ ലേക്കിലായിട്ട് ഉണ്ട്. അതിൻ്റെ സ്റ്റാച്യു ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഭോപ്പാൽ മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ. 2 ലേക്സിൻ്റെ ബാങ്കിലാണ്, അപ്പർ ലേക്ക്, ലോവർ ലേക്ക്. അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്. ഇനി എന്തിനു വേണ്ടി ഫേമസ് ആണ്?
ജുവലറി ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. ഇനി അവിടുത്തെ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ മോത്തി മസ്ജിദ്, തജുൽ മസ്ജിദ്, ഏകാന്ത് പാർക്ക്, വൻവിഹാർ നാഷണൽ പാർക്ക് ആൻഡ് ഭാരത് ഭവൻ. ഓക്കെ. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒരു സിറ്റിയും കൂടെ ഉള്ളൂ, ജയ്പൂർ. ജയ്പൂർ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റിലുള്ള വേറൊരു സ്റ്റേറ്റാണ്. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് ജയ്പൂർ. അപ്പം രാജസ്ഥാൻ്റെ ക്യാപിറ്റലുമാണ് ജയ്പൂർ. ദ സിറ്റി വാസ് ഫൗണ്ടഡ് ബൈ മഹാരാജ സ്വരാജ് ജയ്സിംഗ് ടു സെക്കൻഡ്. അത് ടു എന്നുള്ളത് സെക്കൻഡ് എന്ന് വായിക്കുക. അതായത് രണ്ടാമെന്നൊക്കെ നമ്മൾ രാജാക്കന്മാരെ പറയും. അപ്പം മഹാരാജ സ്വായി ജയ്സിംഗ്, മഹാരാജ സ്വായി ജയ്സിംഗ് ആണ് ഈ രാജസ്ഥാൻ എന്ന് പറയുന്ന സിറ്റി ഫൗണ്ട് ചെയ്തത്. മഹാരാജ സ്വായി ജയ്സിംഗ് സെക്കൻഡ്. മോസ്റ്റ് ബിൽഡിങ്സ് ഇൻ ദ ഓൾഡ് സിറ്റി ആർ മെയ്ഡ് ഓഫ് പിങ്ക് സാൻഡ്സ്റ്റോൺ. അവിടെ പിങ്ക് കളറിലെ സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് മിക്കവാറുള്ള എല്ലാ സിറ്റിയെല്ലാം പഴയ സിറ്റിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ജയ്പൂരിനെ പോപ്പുലർലി വിളിക്കുന്നത് പിങ്ക് സിറ്റി എന്നാണ്. എന്താണ്? പിങ്ക് സിറ്റി. ഇപ്പോൾ ജയ്പൂരിലെ മിക്കവാറും ഓൾഡ് ബിൽഡിങ്സൊക്കെ പിങ്ക് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ജയ്പൂർ ഈസ് കോൾഡ് പിങ്ക് സിറ്റി. ഇനി ഈ സിറ്റി ആരെ ഫൗണ്ട് ചെയ്തേക്കുന്നത്? മഹാരാജ സവായി ജയ്സിംഗ് സെക്കൻഡ്. നെക്സ്റ്റ് അതിൻ്റെ മേളിൽ ഫാക്ട് വൈസ് എന്നൊരു ഇതുണ്ട്, ഹെഡിങ് ഉണ്ട്, നോക്കണേ. ഹവാ മഹൽ ഈസ് ഓൾസോ നോൺ ആസ് ദ പാലസ് ഓഫ് വിൻഡ്സ്. കാറ്റിൻ്റെ കൊട്ടാരം എന്ന് പറയും, കാറ്റ്. ഹവാ മഹൽ ഈസ് ഓൾസോ നോൺ ആസ് പാലസ് ഓഫ് വിൻഡ്സ്. ഇറ്റ് ഹാസ് അബൌട്ട് 950 വിൻഡോസ് കോൾഡ് ജറോക്കാസ്. 950 വിൻഡോസ് ഉണ്ട് അതിന്. നമുക്കറിയാമല്ലോ. അപ്പം ആ വിൻഡോസിൽ കൂടെ എല്ലാം കാറ്റ് കയറി അവിടെ നല്ല കാറ്റായിരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് പാലസ് ഓഫ് വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിൻഡോയ്ക്ക് പറയുന്നത് ജറോക്കാസ് എന്നാണ്. എത്ര ജറോക്കാസ് അല്ലെ എത്ര വിൻഡോസ് ഉണ്ട്? 950. It was built so that the women of the royal household could observe everyday life from the windows. എന്തിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ റോയൽ ഫാമിലിയിലെ വിമനൊക്കെ, സ്ത്രീകൾക്കൊക്കെ അതായത് എവരിഡേ ലൈഫിൽ അവർക്ക് ആ വിൻഡോസിൽ കൂടി അവരുടെ ഓരോ കാഴ്ചകളൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോസ് അത്രയും കൊടുത്തിരിക്കുന്നത്. അതാണ് ഹവാ മഹൽ, പാലസ് ഓഫ് വിൻഡ്സ്. ഇനി അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകൾ. പീപ്പിൾ സ്പീക്ക് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷും ഹിന്ദിയാണ് മെയിൻ ലാംഗ്വേജസ്. ജയ്പൂർ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് സച്ച് ആസ് ജുവലറി, മെറ്റൽ വർക്ക്, ഡൈ, സ്റ്റോൺ, മാർബിൾ ആൻഡ് ഐവറി വർക്ക്. അപ്പം ഇതിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഏതൊക്കെയാണ്? ഹാൻഡിക്രാഫ്റ്റ് സച്ച് ആസ് ജുവലറി, മെറ്റൽ വർക്ക്, ഡൈ, ദെൻ സ്റ്റോണ്, മാർബിള്, ഐവറി വർക്ക്. സ്റ്റോണിലും മാർബിളിലും ഐവറിയിലും ഒക്കെ അവർ വർക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ വളരെ ഫേമസ് ആണ്. Then Jori Bazaar is one of the main shopping centers in the city. അവിടുത്തെ ഒരു മെയിൻ ഷോപ്പിംഗ് സെൻറ്ററാണ് ജോറി ബാസാർ. എന്താണ്? ജോറി ബാസാർ. ഹവാ മഹൽ, സിറ്റി പാലസ്, രാംബാഗ് പാലസ്, ആംബർ ഫോർട്ട് ആൻഡ് ജന്തർ മന്ദർ ആർ സം പ്ലേസസ് വിസിറ്റഡ് ബൈ ദ ടൂറിസ്റ്റ്. നമ്മൾ ജന്തർ മന്ദർ ഡൽഹിയിലും പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെയുണ്ട് ജന്തർ മന്ദർ. എന്തൊക്കെയാണ് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന പ്ലേസസ്? ഹവാ മഹൽ, സിറ്റി പാലസ്, രാംബാഗ് പാലസ്, ആംബർ ഫോർട്ട് ആൻഡ് ജന്തർ മന്ദർ. ഇനി അവിടുത്തെ ട്രാൻസ്പോർട്ട്. മെട്രോ ഈസ് വൺ ഓഫ് ദ മെയിൻ ട്രാൻസ്പോർട്ട് ഇൻ ദി സിറ്റി. അപ്പോൾ മെട്രോയാണ് അവിടുത്തെ ഒരു മെയിൻ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇത്രയാണ് ജയ്പൂരിനെ പറ്റി. ഇപ്പോൾ ജയ്പൂരിനെ അറിയപ്പെടുന്ന പിങ്ക് സിറ്റി എന്നാണ്. ഇനി അവിടെ നിന്ന് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് കാണാൻ പറ്റും. ബ്ലൂ പോട്രി, പപ്പറ്റ്സ്, മീനാക്കാരി വർക്ക്, അങ്ങനെ ഓരോരോ പല വർക്ക്സ് അവിടെ പിക്ചറിൽ കാണാം. ഇനി ഒരു ഫോർട്ടുണ്ട്, ദ ആംബർ ഫോർട്ട് ഇസ് മെയ്ഡ് ഓഫ് റെഡ് സാൻഡ്സ്റ്റോൺ ആൻഡ് വൈറ്റ് മാർബിൾ. അതായത് റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ട് വൈറ്റ് മാർബിൾ ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണ് ഏത്? ആംബർ ഫോർട്ട്. അതാണ് ആംബർ ഫോർട്ട്. ആംബർ ഫോർട്ട് അവിടുത്തെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇതിനകത്തിൽ 4 സിറ്റീസ് പഠിച്ചു. 1 മുംബൈ, 2 അഹമ്മദാബാദ്, ദെൻ ഭോപ്പാൽ, ജയ്പൂർ. അപ്പം നമുക്ക് ഈ ചാപ്റ്ററും കൂടെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ പോർഷൻസ് തീരുവാണ് കേട്ടോ. ഇത്രയും ചാപ്റ്റേഴ്സാണ് എക്സാമിന്. നന്നായിട്ട് പഠിക്കുക. മിസ് ഇതിൻ്റെ കൂടെ ന്യൂ വേർഡ്സും ഫില്ലപ്പും തരുന്നുണ്ട്, നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, താങ്ക് യു.